നമ്മുടെ ഫേസിലെ ചുളിവുകളും കറുത്ത പാടുകളും ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് ക്രീമാണ് ഇത്. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫേസ് ക്രീമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്രീം നമ്മുടെ ഫേസിലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചിലരുടെ ഫേസിൽ ഭയങ്കരമായിട്ട് ഡ്രൈനസ് ഉണ്ടാവും. ആ ഒരു ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് ക്രീമാണ്. അപ്പോൾ ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് ഒരു മോയ്സ്ചറൈസിങ് ക്രീം പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ. ഇത് എന്താണെങ്കിലും നിങ്ങളൊരു 7 days കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു 7 ദിവസത്തേന് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അതേപടി തന്നെ സ്കിന്നിലേക്ക് പെട്ടെന്ന് ഇത് അബ്സോർബായി പൊക്കോളും. ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് വാഷ് ചെയ്ത് കളയാവുന്നതുമാണ്. വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ക്രീം. ഈ ഒരു ക്രീം നമുക്ക് മോർണിംഗ് സ്കിൻ കെയറിൻ്റെ കൂടെയും നൈറ്റ് സ്കിൻ കെയറിൻ്റെ കൂടെയും ഉൾപ്പെടുത്താൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ്. ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ നന്നായിട്ട് പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ക്രീമാണ്. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ക്യാരറ്റിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ കൂട്ടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതുപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരിപ്പ് ഉപയോഗിച്ചോ കോട്ടൺ തുണി ഉപയോഗിച്ചോ അരിച്ചെടുക്കുക. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു പാനിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന 1 സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കുക. അപ്പോൾ കുറുക്കിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് ആറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. 1 സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഒരു 1/2 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കരുത്. 1/2 സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫേസ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു 7 ദിവസത്തേന് ഇത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ്. നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്കിതൊരു നൈറ്റ് സ്കിൻ കെയറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് ക്രീമാണ്. ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. അതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായി പൊക്കോളും. വീട്ടമ്മമാർക്കും സാധാരണക്കാർക്കും ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബായി പൊക്കോളും. നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 1 മണിക്കൂറിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. കളഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്കിത് പെട്ടെന്ന് തന്നെ അബ്സോർബായി പൊക്കോളും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനെസ് മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമിന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.